Hi, this is Shahid Ali and this is my podcast number 15. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് ഒരു പോഡ്കാസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് ഒരു 1 വീക്ക് ഒരു സ്പാൻ ഓഫ് ടൈമിൽ കുറച്ച് ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് CMA എക്സാംസ് ആയി, ഭയങ്കര പേടിയാവുന്നു, ഭയങ്കര ടെൻഷനാവുന്നു, കുറേ ഇഷ്യൂസ് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജസ് വരുന്നത്. ഒരുപാട് മെസ്സേജസ് കണ്ടിന്യൂസ്ലി വന്ന് ചില ആൾക്കാർ എക്സാം എക്സ്റ്റെൻഡ് ആക്കുമെന്ന് ചോദിച്ച് പല ആൾക്കാർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞത് അവർക്ക് പഠിച്ചത് മറന്നു പോകുന്നു. കാരണം മുമ്പ് പഠിച്ച് വെച്ചിരുന്നതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അതേപോലെ തന്നെ എക്സാം ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്, കാരണം കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇനി അതിൻ്റെ ഇടയിൽ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, സ്റ്റിൽ തീർന്നിട്ടില്ല, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേടി, ടെൻഷൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടക്കടൽ വരെ ആയിരുന്നു എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിരുന്നത്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്ന് ഉള്ളൊരു ഇതിലോട്ടെത്തി. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞത് പഠിച്ചാൽ മറക്കുന്ന കാര്യം. എടാ, നമ്മൾ മനുഷ്യന്മാരാണ്, ഷുവറായിട്ടും മറക്കും, അല്ലേ? നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ എന്തായാലും മറവി എന്നുള്ളത് മനുഷ്യന്മാർക്കുള്ളൊരു കാര്യമാണ്, അല്ലേ? ഞാനൊക്കെ പഠിച്ച എനിക്കൊക്കെ പെട്ടെന്ന് മറക്കും. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഈ തിയറി സബ്ജക്ട്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറന്ന് അവിടെയൊക്കെ പോയിട്ടുണ്ടോ ഒന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പം ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ്സ് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് പെട്ടെന്ന് എന്താ പറയുക, മെമ്മറൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ് ഡിപ്പെൻസ്. ജനറലി ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് എന്നെ പോലത്തെ ആൾക്കാർക്ക് മറവി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുറേ റിവിഷൻ ചെയ്യാമെന്ന് പറയുന്നത്. സോ മിനിമം ലെവലിൽ ഒരു CA ലെവലിൽ നമ്മൾ എത്ര ടൈം റിവിഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 times റിവിഷൻ ചെയ്യണം മിനിമം. സോ മിനിമം 2 time ആണ്, മാക്സിമം എത്രയാവും. സോ കൂടുതൽ റിവിഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും ആ സബ്ജക്റ്റിനോട്ട് കൂടുതൽ ഫെമിലിയർ ആവും, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പം എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, അത് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ ദാറ്റ്സ് എ കേസ്. അപ്പം റിവിഷൻ കൂടുതൽ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ല, ഞാൻ പറഞ്ഞത് ഓൾറെഡി. ഒരു 1 time 2 time റിവിഷൻ കഴിഞ്ഞാൽ വീണ്ടും റിവിഷൻ ചെയ്യുക. പഠിച്ചു എന്ന് പറഞ്ഞിരിക്കാതെ വീണ്ടും റിവിഷൻ ചെയ്യുക, വീണ്ടും വായിച്ചു നോക്കുക, വീണ്ടും ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും വീണ്ടും ചെയ്യുക. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പം മറവിയുടെ കാര്യം ഞാൻ പറഞ്ഞ്, അത് റിവിഷൻ ചെയ്താലേ മാറുള്ളൂ. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ ഈ ഒരുപാട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹ്യൂജ് ബൾക്ക് ഓഫ് സിലബസാണ്. അതാണ് നമ്മൾ CAൻ്റെ ഒക്കെ ഒരു പ്രശ്നം. സിലബസ് ഭയങ്കര വാസ്റ്റാണ്, ഷോർട്ട് സ്പാൻ ഓഫ് ടൈമേ ഉള്ളൂ. അപ്പം അത് മാത്രമല്ല, നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ നോക്കി എക്സാം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്ക് അടുപ്പിച്ച് എക്സാം വരുന്നത്. സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു 1.5 days എന്തുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാം. ഒരു ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ 1 day മാക്സിമം 1 day ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഹാഫ് ഡേ വെച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഇപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റാണ് കുട്ടിക്ക്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് മൊത്തം ഞാൻ ആ ഹാഫ് ഡേ അല്ലെങ്കിൽ 1 day അല്ലെങ്കിൽ 1.5 days ഞാൻ മൊത്തം കവർ ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? നമ്മളെ ഫാക്റ്റ് നിന്നും ആലോചിച്ച് നോക്കിയേ, ആ 1.5 days നമുക്ക് മൊത്തം റിവൈസ് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അത്രയും വാസ്റ്റ് സബ്ജക്റ്റ് എങ്ങനെ 1.5 days നമുക്ക് മൊത്തം റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുക? അപ്പോൾ ആ രീതിക്കായിരിക്കണം നമ്മളെ പഠിത്തം. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടല്ല പഠിക്കണ്ടേ. ആ 1.5 days ഈ പറഞ്ഞ മൊത്തം സബ്ജക്റ്റ് എങ്ങനെ ഞാൻ ഉള്ളിലൊതുക്കാം, ഇറ്റ് മീൻസ് എങ്ങനെ ഞാൻ അതിനെ കവർ ചെയ്തെടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ് ഇപ്പം തന്നെ കയ്യിൽ വേണം. അത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാത്തവരെന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1.5 days അവർ ആകെ പാനിക്കാവും. ദാറ്റ് മീൻസ് അയ്യോ ഇതിപ്പോൾ എങ്ങനെ കവർ ചെയ്യുക, ഒന്നും തീരുന്നില്ലല്ലോ, അയ്യോ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷേ അവർക്ക് റീകോൾ ചെയ്യാനോ മെമ്മറൈസ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. കാരണം 1.5 day അവർ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് അത് എക്സാമിന് നല്ല എഫക്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത്. നമ്മൾ പഠിച്ചതാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എത്തും. അപ്പോൾ 1.5 day ദാറ്റ് മീൻസ് എക്സാമിൻ്റെ തൊട്ട് തലേന്ന് ആ ദിവസങ്ങൾ ഗ്യാപ്പ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പഠിച്ചിരിക്കണം, എന്തൊക്കെ ചെയ്ത് 100% കവർ ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. അതെങ്ങനെ കവർ ചെയ്യും എന്നാണ് അടുത്ത ചോദ്യം. അതിനാണ് റിവിഷൻ പറഞ്ഞത്. റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കവർ ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻസ്, മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അന്നൊക്കെ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ മാർക്ക് ചെയ്തിടണം. എന്തിനാണത്? എക്സാമിൻ്റെ തൊട്ട് തലേന്ന് നോക്കാനാണ്. അതുപോലെ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയാസ്, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല നിങ്ങൾക്ക് തോന്നുന്ന ഏരിയാസ് എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്തിടുക. എന്തിനാ? എക്സാമിൻ്റെ തലേന്ന് നോക്കാനാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയാസ് അത് ലാസ്റ്റ് നോക്കിയാൽ മതി എക്സാമിൻ്റെ തലേന്ന്. എല്ലാവരും എന്താ ചെയ്യുക, ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വീണ്ടും ഇങ്ങനെ നോക്കും. അങ്ങനെയല്ല, ആദ്യം ടഫ് സബ്ജക്ട്സ് മൊത്തം കവർ ചെയ്ത് അങ്ങനെ പോവുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ദെൻ ഈസി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് എപ്പോഴും റീകോൾ ചെയ്യാൻ പറ്റുന്ന
എപ്പോഴും നമ്മളെ മെമ്മറിയിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യാൻ ലാസ്റ്റ് നോക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ 1.5 ഡേയ്സുള്ള ലേക്കുള്ള ഒരു പ്ലാൻ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പം തന്നെ നിങ്ങളത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ബൈ ചെയ്യുക. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 1.5 ഡേ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സൂപ്പർ ബെനിഫിറ്റ് ആയിരിക്കും. ഞാൻ പറയുന്നു, അതെൻ്റെ ഗ്യാരണ്ടി. 1.5 ഡേ കറക്റ്റായിട്ട് പ്രോപ്പർ മാക്സിമം യൂട്ടിലൈസേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് മാക്സിമം എന്താ പറയും, എക്സാമിന് ഭയങ്കര എഫക്റ്റീവായിട്ട് എക്സാം എഴുതാൻ പറ്റും. എല്ലാ ആൻസേഴ്സിനും നമുക്ക്, എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, 100% അറ്റൻഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ടഫ് എക്സാം ആണെന്നുണ്ടെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നത്തെ ഒരു കാര്യം പറഞ്ഞാൽ എന്തെന്ന്, എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത്. ഇല്ല, ഒരിക്കലും ഇല്ല. നോ ചാൻസ് ഫോർ എക്സ്റ്റെൻഷൻ. കുറേ ആൾക്കാർ ചോദിച്ചു എക്സാം എക്സ്റ്റെൻഡ് ചെയ്യില്ല. കറക്റ്റ് ഡേ തന്നെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. പിന്നെ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയും ടോപ്പിക്സ് തീരാനുണ്ട്, ടോപ്പിക്സ് കഴിഞ്ഞിട്ടില്ല, ടോപ്പിക്സ് ഇനിയും ഒരുപാട് പെൻഡിങ് ആയി, കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ട് ഒരുപാട് ടൈം ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്സായ ടൈം പോയി, ഇനിയിപ്പോൾ ഉള്ള സമയം കൊണ്ട് ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എന്നോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മളെ കയ്യിലൊന്നുമില്ല, നമ്മൾ പഠിച്ച അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതേ നമ്മൾ എക്സ്ട്രാ ഒന്നും എന്താ പറയുക, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റഡി ചെയ്തതിൻ്റെ അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അവർക്ക് കുറച്ച് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ മൊത്തം കവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പറ്റും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇറ്റ്സ് ഇനഫ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാ, അറ്റംപ്റ്റൊക്കെ ചെയ്തതാ. അപ്പോൾ നമ്മളടുത്ത് കണ്ടൻറ്റ് ഉണ്ട്, നമ്മളത് റിവൈസ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്തെടുക്കുക കുറേ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇപ്പോൾ ഒരു 20 to 25 days ഒക്കെ ഉണ്ടാവും, 20 days അല്ലേ. അപ്പോൾ 20 daysൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനം മൊത്തം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഫുൾ കവറേജ് വേണം താനും, എന്നിരുന്നാലും ക്വസ്റ്റ്യൻസും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു സപ്പോസ് DTയുടെ സാലറി ചാപ്റ്റർ, ഇപ്പോൾ സംഘം ഫ്രം സാലറി എന്നുള്ള ഹെഡ് ഞാൻ ഫുള്ള് പഠിച്ച്. സോ അതിന് ശേഷം ആ സാലറി ചാപ്റ്ററിനെ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല, നമുക്ക് അടുത്ത ഹെഡ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലത്തെ വലിയ ക്വസ്റ്റ്യൻസ്, അത് മാത്രം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്തെടുക്കാൻ പറ്റും എല്ലാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഇറ്റ്സ് പോസിബിൾ അല്ല. കാരണം ഇത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് പഠിക്കണം. അപ്പോൾ ടോപ്പിക്ക് വൈസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി ഓക്കെ, അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചോദിച്ചത് ഈ തീരെ പഠിച്ചിട്ടില്ല, തീരെ ഇതുവരെ പല ഇഷ്യൂസ് കാരണം എനിക്ക് തീരെ പഠിക്കാൻ പറ്റിയില്ല, ഒന്നും നോക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എല്ലാ ടോപ്പിക്സും ഏകദേശം ഫുൾ പെൻഡിങ് ആണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഇൻ എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ആക്ച്വലി നല്ല ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പം അങ്ങനെ കുറേ ആൾക്കാർ സ്റ്റിൽ പഠിക്കാതിരിക്കും. ദാറ്റ് മീൻസ് ഈ അറ്റംപ്റ്റ് നമുക്ക് വേസ്റ്റ് ചെയ്യാം, അറ്റംപ്റ്റ് അടുത്തതിൽ നോക്കാം എന്നുള്ള ഒരു സെറ്റ് ഓഫ് മൈൻഡ് ആയിരിക്കും. ജനറലി അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് വരും, കാരണം നമ്മൾ മനുഷ്യരല്ലേ. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ദാറ്റ് മീൻസ് ഉള്ള സമയം നമുക്കിപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സംതിങ് നമുക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ട് പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളായിട്ട് വരുത്തി വെച്ച എന്തെങ്കിലും ആവില്ല, അല്ലെങ്കിൽ ഇറ്റ് ഹാപ്പൻസ്, എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ചിലപ്പം ആ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് അത്രയും വേസ്റ്റായ ടൈം അങ്ങനെ പോയതായിരിക്കാം. അപ്പം അതിനെ എങ്ങനെ നോക്കിക്കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഉള്ള ദിവസങ്ങൾ, ദാറ്റ് മീൻസ് പോസിബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസം ഒന്നും ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ഉള്ളതുപോലെ നന്നായി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. അപ്പോൾ അതാണ് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ദാറ്റ് മീൻസ് ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഉള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഡേയ്സിലല്ല അത് കാര്യം, നമ്മളടുത്തുള്ള നോളജ്, നമ്മളടുത്തുള്ള എന്താ പറയുക, ഒന്ന് കോൺഫിഡൻസ് ആണ്. നമ്മളടുത്തുള്ള കോൺഫിഡൻസ്, അതൊക്കെയാണ് ഇതിലെ മെയിനായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഡേയ്സോ അല്ലെങ്കിൽ സമയമോ ഒന്നുമല്ല, അതൊക്കെ ഇതിൻ്റെ ഒരു ഫാക്റ്റാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ 20 daysലും 15 daysലും ഒക്കെ ഇരുന്ന് പഠിച്ച് പാസ്സാവുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ തന്നെ ഞാൻ അങ്ങനെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്.
അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ സ്ട്രാറ്റജി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ എന്തെന്ന് വെച്ചാൽ നല്ലോണം അവർക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നല്ലോണം നോക്കും. ദാറ്റ് മീൻസ് അവരെപ്പോഴും 70 അബോവ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കും. ബാക്കി 2 സബ്ജക്റ്റ് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 40-45 റേഞ്ചിൽ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കും. പഠിച്ച് പാസ്സാവുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും പോസിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങളെങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നത്, നിങ്ങളുള്ള ദിവസം എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അല്ലാതെ അവിടെ വേറെ ഒന്നും അതിൻ്റെ ഒരു ഫാക്ടറല്ല. ഓക്കെ, സോ എനിക്കിതേപോലെ ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ് 2 ഫൈനലിൻ്റെ എക്സാമിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ ഒരാഴ്ച ഒരു 7 to 8 ഡേയ്സ് മുന്നേ, 8 ഡേയ്സ് എങ്ങാനുള്ളൂ എന്ന് തോന്നുന്നു, ഒരാഴ്ച കഷ്ടിച്ച് അതിന് മുന്നേ എൻ്റെ ബ്രദറിൻ്റെ അനിയൻ ഞാനല്ലേ, എൻ്റെ ബ്രദറിൻ്റെ മകൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ബുക്ക് തുറന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, വാതിൽ അടച്ചിട്ടില്ല. അപ്പോൾ ആൾ പെട്ടെന്ന് വാതിൽ തുറന്ന് വന്ന്, ഒരു ഈവനിങ് എന്തോ ആയിരുന്നു, അപ്പോൾ ആൾ പെട്ടെന്ന് വാതിൽ തുറന്ന് വന്ന് ഞാൻ എന്താടാ എന്ന് ചോദിച്ചു. ആൾ കൈ എടുത്തിട്ട് ഒറ്റ പുത്തിൻ്റെ കണ്ണുക്ക് ആളുടെ വിരലെടുത്തിട്ട്. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെന്തോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, റിഫ്ലക്ഷൻ ഉണ്ടായില്ല, കണ്ണടഞ്ഞില്ല ഞാൻ. അപ്പം പെട്ടെന്ന് കൈ നേരെ കണ്ണിലോട്ട് കുത്തി, ഭയങ്കര പെയിനായി. എനിക്ക് കണ്ണിന്നിങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റ് വന്നു. കണ്ണിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക, കണ്ണ് റെഡാവുക. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഡോക്ടേഴ്സ് ഒന്നും അവൈലബിളും അല്ല. 8 ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ആകെ ഭയങ്കര ഇഷ്യൂ, ഭയങ്കര കയ്യിൽ നിന്ന് പോയി. കാരണം തീരെ പറ്റുന്നില്ല, കണ്ണ് തുറക്കാനോ അല്ലെങ്കിൽ കണ്ണ് ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ രാത്രി. സോ ഇഷ്യൂ ഭയങ്കര സീരിയസ് ആയി. അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞ് കണ്ണ് റെസ്റ്റ് വേണം, ഒന്നും ചെയ്യാൻ പാടില്ല, ബുക്ക് നോക്കാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല, കണ്ണ് ഇങ്ങനെ കെട്ടി വെച്ച് ഫുൾ റെസ്റ്റ്, ഒരു 5 ദിവസമായിട്ട് റെസ്റ്റ് വേണം. പണി പാളിയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സാം ആവാറായി, സെക്കൻഡ് അറ്റംപ്റ്റാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് കുറയുന്നോ എന്നൊക്കെയുള്ള പേടി. ഞാൻ പിന്നെ വിചാരിച്ച് ഓക്കെ, ഉള്ളതുപോലെ എന്തായാലും നോക്കാം, തോൽവി നമുക്കൊരു പുത്തരിയല്ലല്ലോ, ഒരുപാട് തോറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓക്കെ, ഇവിടെ വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലുള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ കണ്ണങ്ങനെ വെച്ച് പഠിച്ച് നോക്കി എന്ത് ചെയ്ത് പോയി എക്സാം എഴുതി അറ്റംപ്റ്റാണ് പാസ്സായത് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത് അതൊന്നും ഒരു മാറ്റർ അല്ല. ദാറ്റ് മീൻസ് നമ്മളെ അടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും അത് ഓവർകം. പിന്നെ നമ്മളെങ്ങനെയായാലും CA-കാരനാവണം CMA-കാരനാവണം എന്ന് പറഞ്ഞ് അതിൽ നിൽക്കുന്നവരെന്നല്ലേ. അപ്പം എങ്ങനെയായാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. സോ എന്ത് ഹഡിൽസ് വന്നു കഴിഞ്ഞാലും വി നീഡ് ടു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ, അതത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. അപ്പം ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. ദാറ്റ് മീൻസ് യു ഷുഡ് ബി വെരി കോൺഫിഡൻ്റ് ആണ് ആദ്യം വേണ്ടത്. മൈൻഡ് ഓക്കെ ആയിരിക്കണം. ദാറ്റ് മീൻസ് മൈൻഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് കാര്യം നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അത് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. മൈൻഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, മൈൻഡ് അതിന് വേണ്ടി ചോദിച്ചിരിക്കണം. ഓക്കെ, മൈൻഡ് അതിന് വേണ്ടി തുടിച്ചിരിക്കണം എന്ന് പറയും. ഓക്കെ, മൈൻഡ് അതിന് വേണ്ടി തുടിച്ചിരിക്കണം. അപ്പം മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഈ കേസ്. അപ്പം കോൺഫിഡൻസ് പോകുമ്പോഴുള്ള പ്രശ്നം മൈൻഡ് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് പഠിക്കുമ്പം ഒന്നും തലയിൽ കയറില്ല. അതാണ് കോൺഫിഡൻസ് കുറഞ്ഞുള്ള പ്രശ്നം. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും നമ്മളതിനെ ഫേസ് ചെയ്യും, അത് അത്രയേ ഉള്ളൂ. അപ്പം ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരുപാട് ഫെയിലിയർ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്, പല തരത്തിലുള്ള ഫെയിലിയർ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്, എന്നാൽ സക്സസ് സിറ്റുവേഷനിലും കടന്നു പോയിട്ടുണ്ട്. അപ്പം ഓരോ തവണ ഫെയിലാവുമ്പോഴും ഞാൻ മനഃപൂർവ്വം ഫെയിലാവുന്നതല്ല. സത്യം പറയാം, ഞാൻ ആരെങ്കിലും മനഃപൂർവ്വം തോൽക്കാൻ വേണ്ടി പ്രവർത്തിക്കോ? ഇല്ല. പഠിച്ചിട്ടാണ് തോൽക്കുന്നത്, അല്ലെങ്കിൽ കാര്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് തോൽക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഹാർഡ് വർക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടാവുന്നത് ചിലപ്പോൾ ആ അറ്റംപ്റ്റിലാവില്ല, അതിൻ്റെ പിറ്റത്തെ അറ്റംപ്റ്റിലായിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതാണ്, നമ്മളുടെ 100% നമ്മൾ ഇടുക, ബാക്കി വരുന്നോട്ട് കാണുക. ബാക്കി നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഉണ്ടോ? ഡോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിസൾട്ട്. അപ്പോൾ പല ആൾക്കാരുടെയും മറ്റൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം കഴിഞ്ഞ റിസൾട്ട് അങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കയ്യിൽ നിന്ന് പോകുമോ, കഴിഞ്ഞ റിസൾട്ട് വേറെ, അത് വേറെ, ഇത് വേറെ. അപ്പോൾ കഴിഞ്ഞ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ മാർക്ക് അങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ബോധർ ചെയ്യരുത്, അതൊന്നും നമ്മളുടെ മൈൻഡിൽ പാടില്ല. അതൊന്നും പഠിക്കുക ഉള്ള സമയം, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പ്രോപ്പറായിട്ട് ടൈം ഉള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ്. എക്സാമിന് പ്രോപ്പറായിട്ട് പഠിക്കാം, എക്സാമിന് അത് നമുക്ക് കിട്ടില്ല.
അപ്പോൾ ഉള്ള സമയം ഹാർഡ് വർക്ക് കറക്റ്റായിട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങളിടുന്ന എഫേർട്ട് 100% ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും കിട്ടിയേ പറ്റൂ. കിട്ടും. പക്ഷേ അതിൽ ഒരു അറ്റംപ്റ്റ് അങ്ങോട്ട് കൊണ്ട് വൈകി കഴിഞ്ഞാൽ നമ്മളത് പാസ്സായിരിക്കും, അത് കംപ്ലീറ്റ് ആക്കിയിരിക്കും. പിന്നെ നമ്മളെല്ലാവരും ഈ പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്തത് CMA ക്വാളിഫൈഡ് ആവണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്, അല്ലേ? CMA കാരനാവണം. ആ ഒരു പ്രതീക്ഷ നമ്മളിൽ മാത്രമല്ല, നമ്മളെ പാരൻസിലും ആ പ്രതീക്ഷയുണ്ട്. നിൻ്റെ മകൾ അല്ല അവരുടെ മകൾ ഒരു CMA ക്വാളിഫൈഡ് ആവും എന്നുള്ളതൊരു പ്രതീക്ഷ അവരുടെ മൈൻഡിലുണ്ട്, അല്ലേ? അപ്പം ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ മകൻ, ആസ് എ മകൾ എന്നുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ശരിയല്ലേ? അപ്പം അവരുടെ പ്രൗഡാക്കുക, അവരുടെ നന്നായി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എത്ര എഫേർട്ട് ഇട്ടാലും അത് ദൈവം കാണും, അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് തരും. അത്രയേ ഉള്ളൂ. വി ആർ റെസ്പോൺസിബിൾ ടു നമ്മളെ പാരൻസിന് നമ്മൾ റെസ്പോൺസിബിളാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി മൈൻഡിലെടുത്ത് നമ്മൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ബാക്കി റിസൾട്ട് എങ്ങനെയായാലും നമുക്ക് നല്ലപോലെ കിട്ടും. ഓക്കെ, സോ അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി എന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പാരൻസ് അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. ഒരു എക്സ്റ്റെൻഡ് എത്തുമ്പോൾ പാരൻസിന് തന്നെ ചിലപ്പം സപ്പോർട്ട് ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംതിങ് വിൽ ബി ദർ. ദാറ്റ് മീൻസ് നമ്മളോട് പറയുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തും. ഇപ്പോൾ ബോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ കേസിൽ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ഏജ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ജോലിയുമില്ല, പാസ്സായതുമില്ല, കുറേ ഇയേഴ്സ് പോയി എന്നൊക്കെ തോന്നി ഇറ്റ് വിൽ അഫക്റ്റ്. അത് നമുക്ക് പിന്നെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലോ അപ്പിയർ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായി തോന്നും. സോ ആ സിറ്റുവേഷൻ്റെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, ആസ് സൂൺ ആസ് ഏർലി ആസ് പാസ്സാവാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇടുന്ന ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു എഫേർട്ടിനുള്ള ബെനിഫിറ്റ് നമ്മളുടെ ലൈഫ് ലോങ്ങാ കിട്ടാൻ പോകുന്നത്. കാരണം നമ്മൾ CMA ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം ടീച്ചിങ്ങിനാണെങ്കിൽ ടീച്ചിങ്ങിന് പോകാം, ഓഫീസ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഓഫീസ് ഇട്ടിരിക്കാം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം, ജോലി ഇഷ്ടമുള്ളടത്ത് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പേ സ്കെയിൽ ഓൾസോ ഭയങ്കര ഹൈ പേ സ്കെയിലാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്, ഇപ്പോൾ ഇടുന്ന ഹാർഡ് വർക്കിൻ്റെ ബെനിഫിറ്റ് ലൈഫ് ലോങ് നമുക്ക് കിട്ടാൻ പോകണം. സോ അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് കാര്യം. അപ്പം അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും, പക്ഷേ തോറ്റ് കഴിഞ്ഞാൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ആരെങ്കിലും സമാധാനിപ്പിച്ചാലായി, സാരമില്ല അടുത്തിട്ട് നോക്കാം. പക്ഷേ ആരും നമ്മളുടെ കൂടെ എന്താ പറയുക ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എപ്പോഴും ഏതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ തന്നെ ഓവർകം ചെയ്യണം. അതിനാരും നമ്മളുടെ ഓവർകം ചെയ്യാൻ നമ്മളെ എടുത്ത് പൊക്കി ഇതാക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മളെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആരും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മളെ കാര്യം നോക്കി മറ്റുള്ളവർക്കും സഹായവും ചെയ്ത്, അതുപോലെ തന്നെ നമ്മളെ പഠിത്തം നല്ലപോലെ കൊണ്ടുപോയി നമ്മളെ കരിയർ നമ്മൾ സേഫാക്കി, അങ്ങനെ ആ രീതിക്ക് മുന്നോട്ട് പോകണം. നമ്മളുടെ പാരൻസിനൊക്കെ നല്ലോണം നോക്കണം. വി ആർ റെസ്പോൺസിബിൾ ഫോർ ദം. റിലേറ്റീവ്സ്, അയൽക്കാർ അല്ലെങ്കിൽ നാട്ടുകാർ ഇവർ പറയുന്നത് വിട്ടേക്ക്, അതൊന്നും കാര്യമില്ല, അവിടെ ഒന്നും കാര്യമില്ല. ഒരു റിലേറ്റീവ്സും അവർ നന്നാവണം എന്ന് വിചാരിച്ചിട്ടുള്ള മനസ്സിലുള്ളവർ വളരെ കുറവായിരിക്കും. ഒരു പെർസെൻറ്റേജ്, വളരെ ഒരു 15% മാത്രമേ റിലേറ്റീവ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ നീ നന്നാവണം എന്ന് പറയുന്നവർ. ബാക്കിയുള്ളവരുടെയൊക്കെ ഉള്ളിൽ നമ്മൾ തോൽക്കുന്നതായിരിക്കും അവരുടെ സന്തോഷം. അന്നേരം അതാണ് റിയാലിറ്റിയാണത്. അവരുടെ എന്ന് വെച്ചാൽ നമ്മൾ തോൽക്കുന്നതായിരിക്കും അവരുടെ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ പാസ്സാവാതിരിക്കുന്നത്, നമ്മൾ ജോലി കിട്ടാതിരിക്കുന്നതൊക്കെ ആയിരിക്കും അവരുടെ സന്തോഷം. അതുകൊണ്ട് അവർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ഫാക്ട്. എക്സെപ്റ്റ് അവർ പാരൻസ് ആണ് നമുക്ക് ആകെ ഉണ്ടാകുന്ന സപ്പോർട്ടേഴ്സ്. അവർ പറയുന്നത് കേൾക്കുക. നിങ്ങൾ അഥവാ തോറ്റ് കഴിഞ്ഞാലും ഫെയിലിയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടാണ് തോൽക്കുന്നത്. സോ അടുത്ത അറ്റംപ്റ്റിൽ അത് എടുക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ എടുക്കാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ലേൺ ഫ്രം ദി ഫെയിലിയർ, അക്സെപ്റ്റ് ദി ഫെയിലിയർ ആൻഡ് ലേൺ ഫ്രം ദി ഫെയിലിയർ. ആ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. അത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെയിലിയർ എന്ന് നിങ്ങൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കും, അതിലൊരു സംശയമില്ല. ഐ എം എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പം മാക്സിമം നേരത്തെ തന്നെ പാസ്സാവാൻ ശ്രമിക്കുക. ഞാൻ ബോയ്സിനെ കുറിച്ച് പറഞ്ഞു, ബോയ്സ് ലേറ്റായിട്ട് പാസ്സായി കഴിഞ്ഞ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഗേൾസും. ഓൾ ഗേൾസ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോഴത്തെ കാലത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗേൾസ് ആയിരിക്കണം എല്ലാവരും. സോ അതുകൊണ്ട് തന്നെ അതും ലേറ്റായി കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് സം ഇഷ്യൂസ് ഗേൾസിൻ്റെ കേസിലും. സോ ആസ് സൂൺ ആസ് ഏർലി പോസിബിൾ പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യം നോക്കി പെട്ടെന്ന് തന്നെ പാസ്സാക്കി എടുത്ത് CMA ക്വാളിഫൈഡ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് പറയണം എന്ന് വിചാരിച്ച് അതാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ വന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് ഓർ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഐ എം ടെല്ലിങ് ദി ഫാക്ട്സ് ഓൺലി. അപ്പം പല ആൾക്കാരും ഇപ്പോഴും സീരിയസ്ലി ഞാൻ കണ്ടിട്ടുണ്ട് ഈ CMA കോഴ്സ് എടുത്തിട്ട്
സീരിയസ് ആയിട്ട് ഇതിനെ കാണാതെ, മീൻസ് ഫൗണ്ടേഷൻ ഈസ് ഈസി. റിയാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ CMA ഫൗണ്ടേഷൻ ഇസ് റിയലി ഈസി. സോ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ CMA ഇൻ്ററിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് CMA ഫൗണ്ടേഷൻ പാസ്സായിട്ട്. അപ്പോൾ CMA ഫൗണ്ടേഷൻ പാസ്സായിട്ട് CMA ഇൻ്ററിൽ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് ലീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റിൽ ആ ഒരു ഇതിൽ നിൽക്കുന്ന, സീരിയസ് ആക്കി എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ സീരിയസ് ആക്കി എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എൻറ്റയർലി എഫക്റ്റ് ചെയ്യും. അത് യു വിൽ റിഗ്രറ്റ് ഫോർ ദാറ്റ്, ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യും. ഈ കോഴ്സ് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നേരം വൈകിപ്പിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്. സോ മാക്സിമം എഫേർട്ട് ഇടുക. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ അതൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് യുവർ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്കും വേണം. ഞാൻ പറഞ്ഞ പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കോഴ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ദ സിലബസ് ഈസ് വാസ്റ്റ്, ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. അതിൻ്റെ ഉള്ളിൽ ഇത് ഒതുക്കാൻ പറ്റണം, പഠിച്ചെടുക്കാൻ പറ്റണം. ആൻഡ് എക്സാംസ് അതിനനുസരിച്ച് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, സോ എക്സാംസിൻ്റെ ബാക്കി കാര്യങ്ങളും ടിപ്സും നമുക്ക് ഇനി എക്സാംസിൻ്റെ തൊട്ട് മുമ്പായിട്ടൊരു പോഡ്കാസ്റ്റിൽ വരാം. അപ്പോൾ ഞാനിപ്പം ജനറലി ഈ പോഡ്കാസ്റ്റ് വന്നത് പല ആൾക്കാരും കോൺഫിഡൻസ് ഇഷ്യൂസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്നും വേണ്ട, മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആൻഡ് ഡിസ്ട്രാക്ഷൻസും മാക്സിമം ഒഴിവാക്കുക. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്, വീട്ടുകാരുടെ എന്തെങ്കിലും അങ്ങോട്ടും പോകാനൊക്കെ പറയുന്ന ഡിസ്ട്രാക്ഷൻസ്, റിലേറ്റീവ്സിൻ്റെ ഡിസ്ട്രാക്ഷൻസ്, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിൻ്റെ ഡിസ്ട്രാക്ഷൻസ്. അപ്പം അതൊക്കെ ഒഴിവാക്കുക. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടുള്ളവരൊക്കെ പറയുക ഉണ്ടാവാൻ ചാൻസ് ഇല്ല. CMA അല്ലേ, ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ലവറൊന്നും ഉണ്ടാവാൻ അങ്ങനത്തെ ഒരു ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് തൽക്കാലം ഒന്ന് എന്ത് ചെയ്യുക, തൽക്കാലം അവോയ്ഡ് ചെയ്യാന്നല്ല, തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മളുടെ മെയിൻ പ്രയോറിറ്റി CMA എക്സാംസ് ആണ്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുക. സോഷ്യൽ മീഡിയാസ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ തിങ്സ് ഒന്ന് ഹോൾഡ് ചെയ്യുക. മാക്സിമം ടൈം പഠിക്കാൻ വേണ്ടി കൊടുക്കുക. അതിനർത്ഥം വേറെ ഒന്നും ചെയ്യേണ്ടെന്നല്ല, എൻ്റർടൈൻ ചെയ്യേണ്ടെന്നല്ല. എൻ്റർടൈൻ ചെയ്യണം. മാക്സിമം ടൈം മറ്റുള്ള ടൈമിലോട്ട് പോകുന്നതിനേക്കാളും മാക്സിമം ടൈം ഈ പഠിത്തത്തിലോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ടോപ്പിക് വൈസ് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ടോപ്പിക്സ് ഡെയിലി കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഏകദേശം തീർക്കാൻ പറ്റും. ഓക്കെ, സോ ഞാനിപ്പോൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനിയും ലെങ്തി ആവും. ഇപ്പോൾ തന്നെ 21 മിനിറ്റ് ഞാൻ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ലെങ്തി ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ളൊരു കമൻറ്റ് ഉണ്ട്. സോ ഞാൻ വല്ലാണ്ട് ലെങ്തി ആക്കുന്നില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പല ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് മീ ഓർ കോൾ മീ. ഓൾവേസ് അവൈലബിൾ ആണ്. മെസ്സേജസിനൊക്കെ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് ലാസ്റ്റ് ഒരു 1 വീക്ക് or 1.5 വീക്ക്, 2 വീക്സ് മുന്നേ ഒക്കെ ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു. ഇതൊരു സം അതർ റീസൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം നേരത്തെ തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് മീ ഓർ കോൾ മീ. ഐ എം എ ഗുഡ് ലിസണർ. ഞാൻ കേട്ട് അതിനുള്ള റിപ്ലൈ പറ്റുകയാണെങ്കിൽ അല്ല, എന്നാൽ കഴിയുന്ന രീതിയിലുള്ള റിപ്ലൈ ഞാൻ പറയുന്നുണ്ട്. ഐ എം നോട്ട് എ മോട്ടിവേറ്റർ. പക്ഷേ പറയാൻ ഐ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ഫെയിലിയേഴ്സ്. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള അച്ചീവ്മെൻറ്റ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാക്സിമം സഹായിക്കേണ്ടത്. ഓക്കെ, സോ ഐ വിൽ ബി ദർ ഫോർ യു. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബസ് മെസ്സേജ്. അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കണം, പോഡ്കാസ്റ്റിൽ വരണം, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ടോപ്പിക്കുമായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല. അപ്പം മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നല്ലോണം നോക്കുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, മൈൻഡ് സ്ട്രോങ് ആക്കുക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മൈൻഡ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി പാസ്സാവും. ഓക്കെ, ടെൻഷൻ ആവാതിരിക്കുക. ആൻഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കരുത്. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എന്താണോ തോന്നുന്നത്, യു ക്യാൻ കമൻറ്റ്. ആൻഡ് ഒരു ഫീഡ്ബാക്കൊക്കെ കിട്ടിക്കാൻ അതൊക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. ദാറ്റ് മീൻസ് എനിക്കൊരു ഫീൽ ഉണ്ട്. എനിക്കാകുള്ളൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്നതും ഈ ഒരു സ്റ്റഡി ക്യാബ് ഗ്രൂപ്പും അതിലുള്ള ആൾക്കാർ മാത്രമാണ് എൻ്റെ കമ്പനി. ഐ ഡോണ്ട് ഹാവ് മച്ച് ഫ്രണ്ട്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുന്നതും അവരായിട്ട് ഇതാക്കുന്നതൊക്കെയാണ് എൻ്റെ ഒരു മാക്സിമം എൻ്റെ എൻജോയ്മെൻറ്റ്. എനിക്ക് വേറെ ഐ ഹാവ് നത്തിങ്. വേറെ പിന്നെയുള്ളത് മ്യൂസിക്സും ഫിലിംസും. ഇത് മാത്രമാണ് എൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. അപ്പം നിങ്ങളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഐ എം ഗെറ്റിംഗ് എൻജോയ്ഡ്. അപ്പം നിങ്ങൾ മാക്സിമം എന്താ കമൻറ്റ് ചെയ്യുക ആൻഡ് മെസ്സേജ് മീ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. ഓക്കെ, മൈ ഫേവറേറ്റ് കോട്ട്. ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി.